രണ്ടാഴ്ച മുന്നേ ഞാൻ ഈ ജബൽ ജയ്സ് മൗണ്ടൻ നിരയിലുണ്ടായിരുന്നു. അന്ന് ഞാൻ ഓടിച്ചിരുന്ന ഒരു സ്പെക്ടാക്കുലർ 1987 റോൾസ് റോയ്സ് കോർണിഷ് 2 ആയിരുന്നു. നമ്മൾ മില്ലി റാലിയുടെ ഭാഗമായിട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് ക്ലാസിക് കാർസ് ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ബെഞ്ച് മാർക്കിംഗ് കാറായിട്ടായിരുന്നു ഈ കോർണിഷ് വന്നിരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ പിൻഗാമി വന്നിരിക്കുകയാണ്. അതായത് റോൾസ് റോയ്സിൻ്റെ തന്നെ കൂപ്പേ ഓർ കൺവേർട്ടബിൾ ഫോർമാറ്റിലെല്ലാം വരുന്ന ആ 2 ഡോർ 4 സീറ്റർ ആയിട്ടുള്ള കാർ. അതിന്നിപ്പം സ്പെക്ടറാണ്, റോൾസ് റോയ്സ് സ്പെക്ടർ. അന്നുണ്ടായിരുന്ന ഒരു വലിയ V8 എഞ്ചിനാണെങ്കിൽ ഇന്നിപ്പോൾ ഇതിൽ എഞ്ചിനില്ല. ഇതിൽ വന്നിരിക്കുന്ന ബാറ്ററിയും മോട്ടറുമാണ്, ഇറ്റ് ഈസ് ഇലക്ട്രിക്. അപ്പോൾ ഈ സ്പെക്ടർ അന്നത്തെ പോലെ സ്പെക്ടാക്കുലർ ആണോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഇന്നിപ്പോൾ റോൾസ് റോയ്സിൻ്റെ ഒരു ഡ്രൈവേഴ്സ് കാറിന് പറ്റുന്ന രീതിയിലാണ് റോൾസ് റോയ്സ് സ്പെക്ടറിനെ പ്ലേസ് ചെയ്യുന്നത്. അതുണ്ടോ? അതേപോലെ തന്നെ റോൾസ് റോയ്സിന് ഇത്രയും കാലമായി കീപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് പെഡിഗ്രീസും അതുപോലെ തന്നെ നെയിംസും ഉണ്ട്. അതെല്ലാം സ്പെക്ടർ കീപ്പ് ചെയ്യുന്നുണ്ടോ? ഇതാണ് ഇന്ന് ഞാൻ നോക്കുന്നത്. നമുക്ക് നോക്കാം. ഓൾ മൈ ഫ്രൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ വീൽ. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് റോൾസ് റോയ്സ് അവരുടെ ഡിസൈൻ ഫിലോസഫി റീറ്റെയിൻ ചെയ്തെങ്കിലും കുറച്ച് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഗ്രില്ല് പഴയ പോലെ ആണെങ്കിലും മെറ്റൽ ഗ്രില്ലെല്ലാം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആ ചങ്ക് വലിപ്പം കുറച്ച് സ്മൂത്തനാക്കിയിട്ടുണ്ട്. അത് ബെറ്റർ എയറോഡൈനാമിക്സിനാണ്. പിന്നെ BMW കണക്ഷൻ നമുക്ക് ഹെഡ്ലൈറ്റിൽ കാണാം. സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. DR-ലും ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അത്ര ഓക്വേർഡ് ആക്കിയിട്ടില്ല. ഒരുപാട് ക്രോം എലമെൻറ്റ്സ് ഗ്രില്ലിലും എല്ലാം കാണാം. അത് നമുക്ക് ബമ്പറിലും ക്യാരി ചെയ്തിട്ടുണ്ട്. ലിപ് സ്പോയിലർ വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഫേസ് ഒന്ന് സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. പ്രൊപ്പോർഷൻ റീറ്റെയിൻ ചെയ്തെങ്കിലും കുറേ കൂടി ഡ്രാഗ് കോഫിഷ്യൻ കുറയ്ക്കുന്ന രീതിയിലുള്ളത്. അത് നമുക്ക് ഇവിടെ ഫേമസ് ആയിട്ടുള്ള സ്പിരിറ്റ് ഓഫ് എക്സസൈസിലും കാണാം. സ്പിരിറ്റ് ഓഫ് എക്സസൈസിയുടെ ഈ ലേഡി ഡയറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് മെലിഞ്ഞിട്ടുണ്ട്. അതും അഗെയിൻ എയറോഡൈനാമിക്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ മൊത്തത്തിൽ ഒരു റിഫ്രഷ്മെൻറ്റ് നമുക്ക് ഫ്രണ്ടിൽ കാണാം. പക്ഷേ റോൾസ് റോയ്സ് എലമെൻറ്റ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് റോൾസ് റോയ്സിൻ്റെ റെയ്ത്ത് ആയിരുന്നു. ആ ഒരു പ്രൊപ്പോർഷനാണ് ഇതിൽ റീറ്റെയിൻ ചെയ്തത്. ലോങ് ഹുഡ്, ശരിക്കും പറഞ്ഞാൽ ലേ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാബിൻ, വലിയ ക്രോം എലമെൻറ്റ്സ് ഉണ്ട്. റിയറിലേക്കും ഒരു സ്പോർട്ട് ബാക്ക് ആയിട്ടുള്ള ക്യാബിൻ വന്ന് അവർ യോട്ട് ലൈക്ക് എന്നെല്ലാം പറയും. ആ ഒരു എലമെൻറ്റ്സ് ഉള്ളത്. 23 ഇഞ്ചിൻ്റെ ഒരു അടിപൊളി എയറോഡൈനാമിക് വീൽസ് ഉണ്ട്. ഇതിൻ്റെ കളറിനെ കുറിച്ച് സ്പെഷ്യലി പറയണം, സ്പെക്ടാക്കുലർ ആയിട്ടുള്ള കളറാണ്. പക്ഷേ ഇതിൽ ഈ വന്നിരിക്കുന്ന കോച്ച് ലൈൻ വളരെ സട്ടിലായിട്ട് വന്നിരിക്കുന്നത്. ഡോറ് റിയർ ഹിഞ്ച്ഡ് ആണ്. അത് നമുക്കിവിടെ മെറ്റലിൽ കാണാം. നമുക്ക് തുറന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ ആളുള്ളത് കൊണ്ട് അത് തുറക്കാം. അത് മറ്റേ ശരിക്കും അത് തുറന്ന് വരും. അടയ്ക്കണമെങ്കിലും നമുക്കിവിടെ ടച്ച് ചെയ്ത് അടയ്ക്കാം. അതേപോലെ തന്നെ വണ്ടിയിൽ കയറി ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റും. ബട്ടൺ ഈ വണ്ടിയിൽ കാണില്ല, സാധാരണ ബട്ടൺ വരാറുണ്ട്. റിയർ ഹിഞ്ച് ഡോറാണ്, അതുകൊണ്ട് ആക്സസ് എല്ലാം എളുപ്പമാണ്. പിന്നെ വലിയൊരു ക്രോം ചങ്ക് ഇവിടെ കാണാം. ഇവിടെ എത്തും ഭയങ്കര ബ്രോഡാണ്. സി പില്ലർ ശരിക്കും ഒരു സ്പോർട്ട് ആയിട്ട് എലമെൻ്റായിട്ടാണ് പോകുന്നത്. അത് റേറ്റിൽ കണ്ടു വന്നിരുന്നു. വലിയൊരു ഹിപ്പ് ഫോർമേഷൻ ഉണ്ട്, അതും നല്ലൊരു എലമെൻ്റാണ്, റേറ്റിൻ്റെ എലമെൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും നമുക്ക് റിയൽ ഒരു റോൾസ് റോയ്സ് കൂപ്പേ ഫീല് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും എയറോഡൈനാമിക്സ് ബെറ്റർ ആക്കുന്ന രീതിയിൽ സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ദൃശ്യമില്ലെങ്കിലും ട്രാക്ക് ഫംഗ്ഷൻ കുറയ്ക്കുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. റോൾസ് റോയ്സിൻ്റെ ഒരു സ്പോർട്ട് ബാക്കാണ് നമുക്ക് ഈ കാണുന്നത്. ഇത് യോട്ടിലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, കാരണം അവർ ഒരു ലക്ഷറി എലമെൻ്റായി നിൽക്കുന്ന യോട്ട്. ടെയിൽ ലൈറ്റ് എപ്പോഴും വേർട്ടിക്കലാവുന്ന ചെറിയ ടെയിൽ ലൈറ്റാണ് വരാറുള്ളത്. അത് അങ്ങനത്തെ റീറ്റെയിൻ ചെയ്ത് ക്ലിയർ ഗ്ലാസും ഗ്രാഫിക്കെല്ലാം കൊടുത്ത് രസമായിട്ടുണ്ട്. ബമ്പർ നല്ല ബോൾഡായി കൊടുക്കുന്നത്, അതിൽ ക്രോം എലമെൻ്റ് ആണ്. ഒബ്വിയസ്ലി എക്സോസ്റ്റ് ഉണ്ടാവില്ല, അതിൻ്റെ ആവശ്യമില്ല. ബൂട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു ഡീപ്പ് ബൂട്ടാണ്. അതിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള കാർപ്പറ്റും കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇവിടെ കാണിക്കാണ്ട്. ഇവിടെ റോൾസ് റോയ്സിൻ്റെ ഒരു ഫോട്ടോ കാണാം. നമ്മൾ ഡിക്കടിക്കുമ്പോൾ എല്ലാം അവിടെ ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു കാറിൻ്റെ ഒരു എലമെൻ്റ് ആയിരിക്കും. ഇവിടെ ഒരു റോൾസ് റോയ്സ് തന്നെയാണ് വരച്ച് വെച്ചിരിക്കുന്നത്. ദാറ്റ്സ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഡിസൈനേഴ്സ് ഗീവ്സ് ഫോർ ദിസ് കാർ. റോൾസ് റോയ്സ് ആണ്, അതിൻ്റെ ഒരു ചാമുണ്ട്. അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു രീതിയിലുള്ളൊരു ഭംഗിയാണ്. ഈ ഒരു ഭംഗിനെ കുറിച്ച് നിങ്ങൾക്ക് എന്നെ തോന്നിയില്ല, കമൻറ്റിൽ പറയാം. ഇതിൻ്റെ ഉള്ളിൽ എന്ത് കാണണം നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തുറന്ന് കാണിക്കുന്നത്. ഇവിടെ എഞ്ചിനില്ല, പക്ഷെ നല്ല നീറ്റിൽ കവർ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ കൂടെ നോക്കിയാൽ നമുക്കൊരു കൺട്രോൾ യൂണിറ്റും മോട്ടറിൻ്റെ എലമെൻറ്റ്സ് എല്ലാം കാണാം. അതായിരിക്കും ഇവിടെ ഉള്ളത്. ഫ്രങ്ക് കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. നല്ലൊരു ബൂട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം.
ഇവിടെ മെൻഷൻ ചെയ്ത റോൾസ് റോയ്സ് സ്പെക്ടർ ഹാൻഡ് ബിൽഡ് ഇൻ ഗുഡ്വുഡ് ഇംഗ്ലണ്ട്. ദാറ്റ് സൈസ് ഇറ്റ് ഓൾ. We are ready to check out if this Spectre is spectacular to drive. തുടക്കത്തിൽ തന്നെ നമ്മൾ സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്യുന്നത്, കാരണം ഞാൻ ഈ ചെറിയ റൂട്ടിലൂടെ മെയിൻ റോഡിലേക്ക് വരികയാണ്. ചെറിയ രസമുള്ളൊരു മൂവ്മെൻറ്റ്, അത് ഏതൊരു മാജിക് കാപ്പിലും ഉണ്ടാകുന്നൊരു മൂവ്മെൻറ്റാണ്. സോ വൺ തിങ്, ഇൻറ്റീരിയർ സ്റ്റാർ ഗേസ്ഡ് സ്കൈ, അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈവൻ ഇൻഡിക്കേറ്ററിൻ്റെ ടിക് ടിക് പോലും ഒരു മെറ്റാലിക് ഫിനിഷിലുള്ളത്, ഒരു ലക്ഷറി ഫീലാണ് കിട്ടുന്നത്. മറ്റൊരു ടിക് ടെക് എന്നുള്ള ടെക്കി ടൈപ്പിലല്ല. കേൾക്കുന്നുണ്ടോ? മൈ ഗോഡ്നസ്, വാവ് വാവ്, ഓ ദാറ്റ് ഈസ് സ്പെക്ടാക്കുലർ. എൻ്റെ അമ്മോ, ഇത്ര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ക്യാബിൻ ഒരു ഇലക്ട്രിക്കലും ഞാൻ കണ്ടിട്ടില്ല. ദിസ് ഇസ് എപ്പിറ്റോം. റോൾസ് റോയ്സ് സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് റിയലി സ്പോട്ടി. ചെറിയ ഡൈനാമിക്സ് അമേസിംഗ് ആണ്. ഒന്നാമത് ഇവിടെ ബാറ്ററി പാക്സ് വരുന്നുണ്ട്, ഭയങ്കര സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. സോ ഇറ്റ് ഇസ് പുള്ളിങ് ഇറ്റ് ഡൗൺ. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റോൾസ് റോയ്സ് എന്ന ഖ്യാതിയാണ് പുതിയ സ്പെക്ടറിനുള്ളത്. 650 HP 1075 Nm ടോർക്കുമാണ് ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലായ ബ്ലാക്ക് ബാഡ്ജിൽ വരുന്നത്. നമ്മളൊന്ന് ഓടിക്കുന്ന സ്റ്റാൻഡേർഡ് വേർഷനാണ്. ഇതിൽ വന്നിരിക്കുന്ന 577 HP 900 Nm ടോർക്കുമാണ്. 3 ടണ്ണുള്ള ഈ കാറിന് ഈ പവർ വെച്ച് 0 to 100 എത്താൻ വെറും 4.4 സെക്കൻഡാണ് വരുന്നത്. 102 kWh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. മുന്നിലും പിന്നിലായിട്ട് 2 മോട്ടോർ, ഡുവൽ മോട്ടോർ സിസ്റ്റമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിളാണ്. സാധാരണ റോൾസ് റോയ്സ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അധികം സംസാരിക്കാറില്ല. എങ്കിലും ഇത് ഓടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ശരിക്കും വ്യക്തമാവുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് ആസ്പെക്ട്സ് ഉള്ളത്. മുഖ്യമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. ഏത് റോൾസ് റോയ്സിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാജിക് കാർപ്പറ്റ് റൈഡ് ഫീൽ അത് നമുക്ക് സ്പെക്ടറിലും ലഭിക്കുന്നുണ്ട്. ഇതിന് പുറമെ അഡീഷണൽ വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ സ്പോട്ടി ആവാണ് സ്പെക്ടറിൻ്റെ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് വ്യക്തമാകുന്ന ടേൺ എടുക്കുമ്പോഴും അതുപോലെ തന്നെ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ്. ശരിക്കും വളരെ ബാലൻസ് ചെയ്തുള്ള ഡാമ്പർ സിസ്റ്റമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല റൈഡ് എക്സ്പീരിയൻസ് നമുക്ക് സ്പെക്ടർ നൽകുന്നുണ്ട്. 3 ടൺ ഭാരം ഉണ്ടെങ്കിലും ബ്രേക്കിംഗ് എഫിഷ്യൻസിയും സർപ്രൈസിംഗ്ലി വെല്ലാണ്. ഇതിൻ്റെ പുറമെ റോൾസ് റോയ്സിലുള്ള പോലെ തന്നെ ലൈറ്റ് സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. അഡീഷണൽ വെയിറ്റ് ഒന്നും തന്നെ സ്റ്റിയറിങ്ങിൽ ഫീൽ ചെയ്യുന്ന തരത്തിലല്ല ഉള്ളത്. പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതിൻ്റെ അക്വസ്റ്റിക്സ് ആണ്. ഏറ്റവും സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ ഇൻറ്റീരിയർ തന്നെ സ്പെക്ടറിലുള്ള. ഇന്നിപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഈ വെഹിക്കിളിൽ നമ്മൾ റോഡ് നോയ്സോ വിൻഡ് നോയ്സോ അതുപോലെ തന്നെ മറ്റുള്ള പുറത്തുനിന്നുള്ള വോയിസുകളെല്ലാം തന്നെ വളരെ കുറവാണ്. അതും ഒരു ഫ്രെയിംലെസ് കാറാണെന്നുള്ള കൂടെ മനസ്സിൽ വയ്ക്കണം. ഏറ്റവും മികച്ച കാറുകളിൽ ഒന്നാണ് സ്പെക്ടർ എന്ന് പറയാൻ നമുക്ക് യാതൊരു മടിയും വേണ്ട. ഇൻഫാക്ട് വൺ ഓഫ് ദി ബെസ്റ്റ് കാർസ് റൈറ്റ് നൗ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഗായ്സ്, ഇതിങ്ങനെ വലിച്ചു വിട്ടാൽ തുറക്കും, അടയ്ക്കണമെങ്കിൽ ബ്രേക്ക് ചവിട്ടിയാൽ മതി. ഏയ്, നിങ്ങൾ ഇനിയിപ്പോൾ റോൾസ് റോയ്സിൽ കുട ഇല്ലയെന്ന് കരുതണ്ട. ഇലക്ട്രിക് ആണെങ്കിലും കുട വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു സ്ഥലത്താണ്, പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ മഴ നനയാതെ വീട്ടിൽ കയറാൻ പറ്റും. റോൾസ് റോയ്സിൻ്റെ ഇൻറ്റീരിയർ എന്നും നമ്മുടെ അതിശയപ്പെടുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഏറ്റവും അധികം ബിസ്പോക്ക് ചെയ്യാവുന്ന ഒരു ഇൻറ്റീരിയർ എന്നൊരു പ്രത്യേകതയാണ് റോൾസ് റോയ്സിൻ്റെ ഇൻറ്റീരിയറിനുള്ളത്. അത് നമുക്കിവിടെ സ്പെക്ടറിലും വ്യക്തമാണ്. നമ്മുടെ ഇഷ്ടമുള്ള തരത്തിലുള്ള കളറും ട്രിമ്മും സെലക്ട് ചെയ്യാവുന്ന ഓപ്ഷനാണ് സ്പെക്ടറിലുള്ളത്. ഇതിൽ ലെതർ, വുഡ്, മെറ്റൽ, കാർബൺ ഫൈബർ, ഗ്ലാസ് എന്നീ ഓപ്ഷനുകളാണ് മെറ്റീരിയൽസ് തന്നെയുള്ളത്. ഡാഷ്ബോർഡിൽ വന്നിട്ടുള്ള ഗ്ലാസ് പാനലിന് പിന്നിലെ 5 ലക്ഷത്തോളം വരുന്ന നക്ഷത്രക്കൂട്ടവും സ്പെക്ടർ എന്നുള്ള ലോഗവും കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ എത്രത്തോളം മറ്റുള്ള കാറിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളത് മനസ്സിലാവും. 1 മില്യണിലേറെ നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ സെലക്ട് ചെയ്യാവുന്ന ഓപ്ഷനും സ്പെക്ടറിൻ്റെ ഇൻറ്റീരിയറിൽ ഉണ്ട്. ഇത് ഏത് റോൾസ് റോയ്സിലും നമുക്ക് ലഭിക്കുന്ന തരത്തിൽ തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഇൻറ്റീരിയർ
സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിൻ്റെ പുറമെ റോൾസ് റോയ്സിൽ വന്നിരിക്കുന്ന സ്പെഷ്യലായിട്ടുള്ള സ്റ്റാർ ഗേസിംഗ് റൂഫ്, ഇതിൽ നമുക്ക് ഇടയ്ക്ക് ഭാഗ്യം പോലെ ഷൂട്ടിംഗ് സ്റ്റാറും കാണാൻ സാധിക്കും. സോ റോൾസ് റോയ്സ് സ്പെക്ടർ ശരിക്കും സ്പെക്ടാക്കുലർ തന്നെയാണ്. റിയൽ റോൾസ് റോയ്സ് ആണ്. അതിൻ്റെ എല്ലാ DNA കീപ്പ് ചെയ്തിട്ടുണ്ട്. റോൾസ് റോയ്സ് എങ്ങനെയാവും ഫ്യൂച്ചറെന്ന് നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം. കാരണം ഇലക്ട്രിക് ആണ്, റിഫൈൻഡ് ആണ്, പവർ ഉണ്ട്, അതുപോലെ തന്നെ ഏറ്റവും നല്ല കംഫർട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ലക്ഷറി പറഞ്ഞാൽ നമ്മൾ എന്താണോ ഇതിൽ കുത്തി നിറയ്ക്കുന്നത് എന്നുള്ളതാണ്. അതെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഐ റിയലി ലവ് ദ റോൾസ് റോയ്സ് സ്പെക്ടർ. സോ പ്ലീസ് ഹോപ്പ് യു ഗൈസ് ഓൾസോ ഡിഡ്. നിങ്ങളും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈക്കും ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക.